സിമ്പിളായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബണ്ണായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഞാനിന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് വേരിയേഷൻ നമുക്ക് 2 ടൈപ്പ് ചെയ്യാം. സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്യാം, സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടും ചെയ്യാം. ഞാൻ ഇന്ന് ചെയ്യുന്നത് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ്. അപ്പോൾ സൈഡ് പാർട്ടീഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അത് രണ്ടും സെക്ഷൻ ക്ലിപ്പിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ സി സെക്ഷൻ എടുത്തു. അത് ബാക്ക് കോംബ് ചെയ്ത് വൃത്തിയാക്കി കോംബ് ചെയ്തു ഫിനിഷ് ചെയ്തിട്ട് ആ ബണ്ണ് ഞാൻ സ്ലൈഡ് വെച്ചു പിൻ ചെയ്തു ഓക്കെ ആക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഹെയറും കൂടിയും എടുത്ത് ബാൻഡ് ചെയ്യണം. അത് ബാൻഡ് ഇട്ടിട്ട് ഞാൻ ആ ഹെയർ മുകളിലേക്ക് പൊക്കി പിടിച്ച് വൃത്തിയാക്കി ചെയ്യുന്നതിന് ശേഷം അത് ഞാൻ സ്ലൈഡ് ചെയ്ത് വെച്ചിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ കുഞ്ഞു സെക്ഷൻ എടുത്ത് ബാക്ക് കോംബ് ചെയ്യുവാണ്. ആ കുഞ്ഞു സെക്ഷൻ എടുത്ത് ബാക്ക് കോംബ് ചെയ്തിട്ട് അത് ഞാൻ ഇതുപോലെ തന്നെ മേളിലത്തെ ലെയർ ബാക്ക് കോംബ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള എല്ലാ ലെയറും ഞാൻ ബാക്ക് കോംബ് ചെയ്തു. എന്നിട്ട് മേളിലത്തെ ലെയർ ബാക്ക് കോംബ് ചെയ്യാതെ അത് ചീകി ഷൈനിങ് സ്പ്രേ ഒക്കെ അടിച്ച് ബേബി ഹെയർസൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനത് ബണ്ണ് പോലെ ആക്കി എന്നിട്ട് അത് യു പെന്ന് വെച്ച് സെറ്റ് ചെയ്തു. യു പിൻ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോങ് ബണ്ണ് റെഡിയായി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് വേരിയേഷനാണ്. ഫ്രണ്ട് വേരിയേഷൻ ഞാൻ പിന്നെ സൈഡ് പാർട്ടീഷനായിട്ട് എടുത്തു. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊരു ഏരിയ ഞാൻ മുടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അത് സെക്ഷൻ ക്ലിപ്പ് ഇട്ടിട്ട് ബാക്കി വരുന്ന 2 ഭാഗത്തെയും സെൻറ്റർ കറക്റ്റാക്കി എടുത്തിട്ട് ബാക്കി വരുന്ന 2 ഭാഗത്തെയും മുടി മുകളിലേക്ക് പൊക്കി ഞാൻ കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നത് ട്വിസ്റ്റ് ചെയ്തിട്ട് അത് ബാക്കിലേക്ക് ഈ ബണ്ണിൻ്റെ മീതെ കൂടെ കൊണ്ടുവന്നു അടിയിൽ വെച്ചിട്ട് യു പിൻ ചെയ്തു. സെയിം തന്നെ അപ്പുറത്തെ സൈഡും ഞാൻ ചെയ്തു. ആ സെയിം അത് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് മുടി സെക്ഷൻ എടുത്ത് വെച്ചത് ഞാൻ സൈഡാക്കുമ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വേവ് പോകുന്ന പോലെയാണ് ചെയ്തേക്കുന്നത്. വലിയ വേവല്ല, ചെറിയൊരു വേവ്സേ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് കാരണം ഞാൻ ചെറിയൊരു വേവിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഷൈനിങ് സ്പ്രേ അടിച്ച് ബേബി ഹെയർസൊക്കെ ഒതുക്കി സെറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോൺസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.